വീട് എൻ്റെ. അപ്പോൾ ഇവിടെയാണ് ഞാൻ ചെറുപ്പത്തേ വന്നുള്ള 10-20 വർഷം കഴിഞ്ഞുള്ളതാ. അതെ, ഈ ഒരു സമയം ആർക്കായാലും അങ്ങനെ തന്നെയല്ലേ. അപ്പം എനിക്കായാലും എൻ്റെ ഒരു ടൈം എൻ്റെ കൊണ്ടുവേണോ താമരശ്ശേരി നീലാണ്ട ഇതാ ബോട്ടിൽ പിടിച്ചിട്ടുണ്ട്. ചായട്ടിന് പഠിച്ചോണെന്നു മോൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വയോട്ടാ. ഇന്ന് നമുക്കുണ്ടല്ലോ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. വഴി കുറച്ച് അകലെയാണ്. പക്ഷേ നമ്മൾക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും ചെയ്യാണ്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആദ്യം നമ്മുടെ പേളുകൂട്ടിനെ അയച്ചു കേട്ടോ. അവളിതാ റെഡി ആയിട്ട് നിൽക്കണേ. അവളിതാ കാലത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അവളുടെ ഒരു സമയമുണ്ട് പുറത്തേക്ക് പോകാനായിട്ട്. ഒന്ന് പോയി എല്ലായിടത്തും ഒന്ന് കറങ്ങിയ ആൾ വരും. പിന്നെ നമ്മുടെ എന്താ പറയുക, പട്ടിക്കുട്ടിയുടെ നല്ല ഉറക്കണ്ടേ. നമ്മുടെ മീനിന് തീറ്റിട്ടുടക്കാനാ. നിങ്ങൾക്കുണ്ട്, നേരെ വെളുത്തൂലേ, നിങ്ങൾക്കുണ്ട്. എല്ലാവർക്കും തരാട്ടാ. ഇത്തിരി നേരത്തെയാ. ഇനി നിങ്ങൾക്കുള്ളത് കൊണ്ടുവരാട്ടാ. പരിഞ്ഞോട്ട ചീര. പിന്നെ ഷായിട്ടൊന്ന് നേരത്തെ എനിക്ക് നന തുടങ്ങിയിട്ടാ. എനിക്ക് രണ്ടുപേർക്ക് ഒപ്പം പോകേണ്ട ദിവസമേ. രണ്ടുപേരും ഒപ്പം പണിതാൽ മാത്രമാണ് നമുക്ക് ഒരുമിച്ച് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ കത്തിയെടുക്കട്ടെ. ഇന്നിപ്പോൾ ഇവർക്ക് ചീരയും ഇത്തിരി തവിടും ഇത്തിരി ചോളം ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവർ വരുന്ന വരെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി നമ്മുടെ അല്ലുവിന് ടൈസ് കൂട്ടിന് തരാട്ടാ. എന്നല്ലോ ഇത്തിരി നേരത്തെ ആട്ടാ, എന്നാലും കഴിച്ചോളാം കേട്ടാ. ടൈസും കൂട്ടിന് തരാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഇവർ രണ്ടുപേരുടെ കാര്യം കഴിഞ്ഞു. ഇപ്പോൾ പേളിയുടെ കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ കാപ്പിക്കുണി കൊടുക്കട്ടെ. അവനെ സ്ഥിരം ചോദിച്ചു വരുന്നതാണേ. കണ്ട കുറേ പേരോട് വന്നിരിക്കും. നമ്മളിടുമ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ട് വരും. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ പേളിക്കുട്ടിയുടെ കറങ്ങളൊക്കെ കഴിഞ്ഞെത്തി. അപ്പോഴേക്കും ഞാൻ അവൾക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൾ വേഗം കൂട്ടി കയറി കിടന്നു. കഴിച്ചു. എന്ത് രസമല്ലേ കളിയൊക്കെ ഒന്ന് നോക്കി എടുപ്പ് നോക്കാളുടെ. ഇതാ ഉറങ്ങി. ഉറക്കക്കൂട്ടന്മാര് ഉറക്കന്നെ. അപ്പം നമ്മളിതാ കല്യാണത്തിന് പോവാട്ടാ.
കല്യാണ വിശേഷം പറയാതല്ലത് കല്യാണം എന്ന് പറഞ്ഞാലേ നമ്മുടെ അവിടെ പണിയുന്ന കുട്ടിയുടെ കല്യാണമാണ്. ഒറ്റപ്പാലത്തെ വീട് എൻ്റെ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ചെറുപ്പത്തേ എന്നുള്ള 10-20 വർഷം കഴിഞ്ഞുള്ളതാ. അതന്നെ എന്തായാലും ഞങ്ങൾ കെട്ടുന്നതിന് മുമ്പ് എത്താന്ന് വെച്ചിട്ട് പോണത് വേഗം. ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ കിട്ടും, വേഗം എത്താൻ പറ്റും നമുക്ക്. ആ പൂവുമ്പോഴാണെങ്കിൽ ഒറ്റപ്പാലൊക്കെ കാരണം കാണാൻ ഭയങ്കര ഭയങ്കര കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പം ഞാനത് പകർത്തണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങണേ, അറിയില്ല, നോക്കട്ടെ. ഇപ്പം നമ്മൾ വെള്ളാനിക്കര കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളാനിക്കര നമ്മുടെ കാർഷിക സർവകലാശാലയാണ് ഈ കാണുന്നത്. ഭയങ്കര ഭംഗിയായിട്ടാണ് നമ്മുടെ ഈ ഒരു റൂട്ട് യാത്ര പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റൂട്ടാണിത്. പിന്നെ നമ്മളിവിടെ നിന്ന് നേരെ കാണുമ്പോൾ ഒരു പാലം കാണാനുണ്ട്. അതെന്താണെങ്കിൽ പീച്ചിൽ ഡാമിൽ നിന്ന് വെള്ളം വിടുന്ന കനാലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോവുക. കണ്ട ഈ ഒരു ഭംഗി ഇത് കാണാൻ വേണ്ടി മാത്രമാണ് എനിക്ക് എപ്പോഴും ഈ ഒരു വഴിക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര ഇഷ്ടട്ടാ. ഇപ്പം നമ്മൾ നേരെ കാണുന്ന ആ മലയിലെ ആ മല തുറന്നിട്ടാണ് നമ്മുടെ കുതിരാൻ തുരങ്കം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണും കേട്ടോ ഇപ്പോൾ കുതിരാൻ തുരങ്കം. ഈ കാണുന്നതാണ് കുതിരാൻ തുരങ്കം. അപ്പം നമ്മൾ ശരിക്കും ഈ വഴിക്കല്ല നമുക്ക് വരേണ്ടത്, നമുക്ക് ഷൊർണൂർ വഴിക്കാണ് പോകാൻ കുറച്ചുകൂടി എളുപ്പം. പക്ഷെ നമ്മൾ തിരക്ക് ഒഴിവാക്കാനും പിന്നെ ഈ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ പോകുന്നത്. ഈ തുരങ്കത്തിൽ കൂടെയുള്ള ആ യാത്ര കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോഴില്ലേ നമ്മൾ പെട്ടെന്നൊരു വേറൊരു ലോകത്തേക്ക് വരുന്ന പോലെയാ. പിന്നെ നമ്മൾ വരുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളനാട്, പഴയന്നൂർ, ഒറ്റപ്പാലം റൂട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കാണാനായിട്ട് കുറേ സ്ഥലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഷായേട്ടൻ. അതുകൊണ്ടാണ് കൂടുതലും ഷായിട്ട് ഈ വഴിക്ക് തന്നെ എടുത്തത് കേട്ടോ. നമ്മുടെ ഫോറസ്റ്റ് ഏരിയകൾ കാണാം. ഇതിപ്പോൾ നമ്മൾ പോണത് ഫോറസ്റ്റ് ഏരിയ കൂടിയാണ്. കണ്ട എന്ത് രസമെന്ന് അറിയോ, എത്ര നേരം നമ്മൾ വണ്ടിയിലിരുന്ന് പുറത്തേക്ക് നോക്കിയിരിക്കാം നമുക്ക്. അത് മാത്രമല്ല നമ്മൾ ഒന്നും ഓർക്കില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ ഇരിക്കും നമ്മൾ. അത്ര രസമാണ്, എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ വെറുതെ ഈ റൂട്ടിൽ കൂടെ ഒക്കെ ഒന്ന് യാത്ര ചെയ്തോളൂ കേട്ടോ. നമുക്ക് ചിലപ്പോൾ തോന്നുന്നു എന്തിനാ നമ്മൾ പുറത്തേക്കൊക്കെ പോകേണ്ട ടൂറ്, ഇവിടെ തന്നെ കറങ്ങിയ പോലെയെന്ന്. അത്രയും ഭയങ്കര സ്ഥലങ്ങളുണ്ട് ഇവിടെ. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് പോന്നപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് വയൽ കിടക്കുന്നുണ്ട്. റോഡിൻ്റെ 2 സൈഡിലും വയലായിരുന്നു കേട്ടോ. ഇതെന്ന് പറയുന്നത് മായന്നൂർ പാലാണ്. പിന്നെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇടയിൽ വെച്ച് കുറച്ച് വഴി തെറ്റി. അമ്പലത്തിലേക്കുള്ള വഴി അറിയണില്ല, അമ്പലത്തിലായിരുന്നു കിട്ടില്ലോ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ സിജീഷിനെ വിളിച്ചു, നമ്മുടെ കുട്ടി തന്നെയാണ്. അപ്പോൾ അവൻ വന്നു, അവൻ്റെ കാറാണ് നമ്മുടെ മുന്നിൽ പോണേ. അപ്പോൾ ആദ്യം ഒരു അമ്പലം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും അമ്പലം എന്ന്. പക്ഷെ അതല്ല, അവൻ്റെ കാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോണ റൂട്ടില്ലേ ഇത്ര നേരം കണ്ട ആ ഒരു സ്ഥലമല്ല, വീണ്ടും നമ്മൾ വേറൊരു സ്ഥലത്ത് വന്ന് പെട്ട പോലെ. അത്രയും ഭയങ്കര ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാനൊന്നും പറ്റണില്ല, കണ്ട് തന്നെ അറിയണം. അതേപോലൊരു സ്ഥലം. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വളവും തിരിവൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴും ആ പ്രകൃതിക്ക് ഇരട്ടിരട്ടി ഭംഗി വരുമെന്നല്ലാതെ ഒരു കുറവും കണ്ടിരുന്നില്ല കേട്ടോ. അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. അതേമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കല്യാണത്തിന് വന്നില്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായിരുന്നു തന്നെ എനിക്ക് തന്നെ തോന്നി. പക്ഷെ നമ്മുടെ കുട്ടിയുടെ കല്യാണമായ കാരണം നമ്മൾ വരാതിരിക്കില്ല, എന്തായാലും നമ്മൾ വരും ചെയ്യും. അങ്ങനെ കാറ് വളഞ്ഞ് തിരിഞ്ഞ് ഇതാ നമ്മൾ അമ്പലത്തിലേക്ക് എത്തി. നല്ല വലിയൊരു ഗ്രൗണ്ടൊക്കെ ആയിട്ട് ആ കാട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് വലിയൊരു ഗ്രൗണ്ടായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അമ്പലം നിൽക്കുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ മുള്ളത്തൂർ ഭഗവതി ക്ഷേത്രം. പക്ഷെ നമ്മുടെ കുട്ടികളെല്ലാവരും ഉണ്ട്. നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിസ്ഥലത്ത് നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ വീട്ടിലത്തെ കുട്ടികളെന്ന് തന്നെയായിട്ട് എനിക്ക് പറയാനിഷ്ടം. അവരെ കണ്ടപ്പോൾ തന്നെ ഒരാശ്വാസം തോന്നി, ഏതാണ്ട് നമ്മുടെ വീട്ടിലെത്തിയ പോലെ തന്നെ തോന്നി. ക്ലാസ്സിൽ ബിനീഷിന്റെ വൈഫാണ് കേട്ടോ. ബിനീഷ് ഇപ്പം നമ്മുടെ അവിടെ ഇല്ല, അവനിപ്പോൾ ഗൾഫിലാണ്.
പിന്നെ നമ്മൾ ചെല്ലുമ്പോഴേക്കും കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം കല്യാണമൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ സുധീഷും സബിതയും അവിടെ ഫോട്ടോ എടുക്കണ തിരക്കിലാട്ടോ. നമ്മുടെ എന്താ പറയുക, കല്യാണ ചെക്കൻ്റെ പേരാണ് സുധീഷ് എന്ന്, പെൺകുട്ടിയുടെ പേര് സബിത എന്നാണ് കേട്ടോ. പിന്നെ ശ്രീകുമാറും ബിനീഷും അവിടെയുള്ള കുറേ സ്ഥലങ്ങളും അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആട്ടോ അവർ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. കാരണം അവർ പലപ്പോഴും നമ്മുടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചിട്ടുള്ളതാണ്. ഞങ്ങളെല്ലാവരും കൂടി, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സുധീഷും സബിതയൊക്കെ അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് നല്ലത്. അപ്പോൾ അവരെ കാണുകയും ചെയ്യാം. ഒപ്പം നമുക്ക് അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇതാ അങ്ങോട്ട് പോവാണ് കേട്ടോ. പോയോ കല്യാണക്കാരൻ കാണിക്കോ പൈസ കൊടുത്തിട്ട് അറിയിക്കും. ഈ സംസാരിക്കുന്നത് നമ്മുടെ കല്യാണ ചെക്ക സുധീഷിന്റെ പെങ്ങളോടാണ് കേട്ടാ. പിന്നെ ഞങ്ങളിതാ പോയി സബിതേനെ പരിചയപ്പെട്ടു. അപ്പോൾ പിന്നെ സുധീഷ് പറഞ്ഞു ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം ഷാൻചേട്ടനും ചേച്ചിയും മോനൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി നിന്ന് ആദ്യം ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മുടെ കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഞാനുണ്ടല്ലോ നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാട്ടോ. വലത്ത് നിന്നിട്ട് അനി, ഷിബിൻ, ഉദയൻ, ബിജീഷ്, ജിനില്, സിജീഷ്, അഖിലേഷ്, ജിനീഷ്, ജിനു, പ്രദീപ്, ജിനീഷിൻ്റെ മകൻ അമർനാഥ്, ധനേഷ്, ശ്രീകുമാർ, പിന്നെ എൻ്റെ മകൻ ആര്യൻ. അപ്പൊ ഇവിടെ നിന്നപ്പോ പിന്നെ അവൻ ലൊക്കേഷൻ തന്നില്ല. അവന്റെ വീട് എന്താ പറയാ, വീട്ടിലേക്ക് പോയോ? അപ്പുറത്തെ അമ്പലാവും നിൽക്കുന്നേ. അപ്പൊ അവിടെ ഒരു എണ്ണക്കാൻ കാണാണ്ടായപ്പോ പിന്നെ അങ്ങോട്ട് പോയി. അത് ലാസ്റ്റ് പോയിട്ട് പറഞ്ഞു കേട്ടോ. ആ പള്ളികളും ഇതൊക്കെ നോക്കിയാ പിന്നെ എന്ത് ഇവിടുത്തെ പൂരാകുമ്പോഴേ എല്ലാവരും പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ അടുപ്പ് കൂട്ടിയിട്ട് നെയ്യപ്പൂണ്ടിയൊക്കെ ഇവിടെ ഉണ്ടാക്കും. ഈ വഴിയിലും ആ വഴിയിലൊക്കെ ഉണ്ട്. ഈ ഉത്സവത്തിന് ഇത് കുറെ പടങ്ങളുണ്ട് ഇവിടെ. ആ ഉത്സവ കമ്മിറ്റി പിന്നെ സുരേഷോടെ അമ്പലത്തിൻ്റെ എല്ലാവരും അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ കുളത്തിന് ലക്ഷ്യം വെച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് നേരെ കുളത്തിലേക്ക് അങ്ങനെ ഫസ്റ്റ് ഇറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടാ. കാടെന്ന് പറയാൻ അല്ല, ഇവിടെ ഈ അമ്പലമുള്ള കാരണം അങ്ങനെ നിർത്തിയിരിക്കുക ഈ കാട്. പൊരിച്ചിട്ടുണ്ട്. അടിപൊളി എന്ത് രസാ. പക്ഷെ നമുക്കല്ലേ എങ്ങനെ വരുമ്പോഴേ കാട്. എന്താ രസല്ലേ.
ഊഞ്ഞാല ഊഞ്ഞാ അമ്മേ ജാതി ഗ്ലാമറുണ്ട് കേട്ടാ നാട്ടാ. അഥവാ ദൈവം ഒരു കാര്യമില്ലാണ്ട് സൗന്ദര്യം വാരി കോരി കൊടുക്കും, ഒരു ആവശ്യമുള്ളവർക്ക് കൊടുക്കില്ലല്ലോ. ആ കുളം കാണാം അല്ലേ. അമ്പലത്തിന്റെ പത്തായപ്പുരയാണ് കേട്ടോ ഈ കാണുന്നത്. പാട്ട് ഏത് പാട്ടാ ഇത് ചേട്ടാ? അഖിലേഷേട്ടാ ഇതിന്റെ മോള് കയറി തോന്നണേ. കഴിഞ്ഞില്ലേ? ആരാ മംഗലശ്ശേരി നീയല്ല? മുണ്ടുവാണി തരാം. എന്റെ മുണ്ട് വേണോ? താമരശ്ശേരി നീലാണ്ട് മുണ്ടൊക്കെ വേണേ തരാം. മുണ്ട് വേണോ? മലയിൽ കയറിയിട്ട് എനിക്ക് ഇതിങ്ങനെ കട്ട്ലേറ്റ് വെള്ളം കൊണ്ട് എടുത്തിട്ട് ഞാൻ മുണ്ട് മാറ്റിയത്. ഇന്ന് വിജയ് ചേട്ടനെ കൊണ്ടെടുക്കട്ടോ. ഒന്ന് പെണ്ണ് പറഞ്ഞിട്ടാവും. ഇന്നലെ കാസം വീട് തോന്നാ നല്ല ക്യാമറ. ക്യാമറ കുഴപ്പമില്ല. ഏത് അങ്ങനെ നമ്മളിത് ആ കാട്ടിലൊക്കെ കുറച്ച് നേരം ചിലവഴിച്ച് ഞങ്ങൾ എല്ലാവരും ഇത് അവിടെ നിന്ന് മടങ്ങണിട്ടാ. അപ്പോൾ വീണ്ടും മനസ്സിലൊരു ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം ഫ്രീ ഉള്ളൊരു ദിവസം തന്നെ ഇവിടേക്ക് ഒന്ന് വരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ തിരിച്ചിട്ടുള്ള ഈ മടക്കട്ടാ. ഒത്തിരി സിനിമ ഷൂട്ടിങ്ങുകൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതായത് നമ്മുടെ രജനികാന്തിൻ്റെ മുത്തു, പിന്നെ ആകാശഗംഗ, ബാലേട്ടൻ, അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ വന്നിട്ട് ഷൂട്ടിങ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. ഇനി ഞാനുണ്ടല്ലോ രണ്ട് ഫാമിലിയിലും കൂടി പരിചയപ്പെടുത്തി തരാട്ടെ. അതായത് നമ്മുടെ ജിനീഷിൻ്റെയും സിജീഷിൻ്റെയും. ജിനീഷിൻ്റെ വൈഫാണ് കേട്ടോ സാരി എടുത്തത്, അതേപോലെ സിജീഷിൻ്റെ വൈഫാണ് ചുരിദാർ ഇട്ടത്. പിന്നെ അവരെ മക്കളെ കാട്ടിത്തരാം. മക്കൾ കുഞ്ഞിതായി കാരനെ അവരിങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് കളിക്കുകയാണ്. എന്തായാലും സിജീഷ് അവരൊക്കെ ഇതാ വിളിക്കുന്നുണ്ട്. സിജീഷാണ് കേട്ടോ നമുക്ക് വഴി തെറ്റിയ കാറും കൊണ്ടുവന്നത്. അത് കാരണം നമുക്ക് ഈ സമയത്തെങ്കിലും ഇവിടെ എത്താൻ പറ്റിയത്. പിന്നെ ഇതാ മക്കൾ കേട്ടോ. അപ്പോൾ ജിനീഷിൻ്റെ മക്കളാണ് ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഉള്ളത്. അമർനാഥ് എന്നും അതേപോലെ തന്നെ അവന്തിക എന്നാട്ടോ പേര്. സിജീഷിൻ്റെ മോളിട്ടാ. താഴെയുള്ള മോളുടെ പേര് ഇമാന്നും ദാഷായിട്ട് എടുത്തിട്ടുള്ളത്. മൂത്ത ആളുടെ പേര് ഇതാ ജിയ എന്നാണ് കേട്ടോ. പക്ഷെ അവരുണ്ടല്ലോ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ കുട്ടികൾ. പെട്ടെന്ന് നമ്മളായിട്ട് ഇങ്ങനെ അടുപ്പം കാണിക്കുന്ന ഒരു തരത്തിലുള്ള നല്ലൊരു രസമായിരുന്നു കുട്ടികൾ. അവർക്കൊരു പരിചയക്കുറവോ ഒന്നും നമ്മളെ കണ്ടപ്പോൾ പെട്ടെന്ന് കാണിക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടാ. പിന്നെ നമ്മുടെ ജിനീഷിൻ്റെയും സിജീഷിൻ്റെയൊക്കെ മക്കളുണ്ടല്ലോ എന്നെയായിട്ട് ഭയങ്കരമായിട്ട് അടുപ്പായിട്ടാ. അവരച്ഛൻ്റെ പേരെ കൂടെ ഒന്നും ഇനി പോണില്ല. ആൻറ്റീൻ്റെ കൂടെ വരാനായിട്ട് അവർ റെഡിയായി. എന്നിട്ട് അവർ എൻ്റെ കൂടെ വരാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെയും സുധീഷിൻ്റെ വീട്ടിലായിരുന്നു. അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ സുധീഷിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവർ 4 പേര് എൻ്റെ കൂടെ ഇതാ കാറിലാട്ടോ വന്നത്. അങ്ങനെ ഭയങ്കര അടുപ്പം. അവർ പറയണത് എൻ്റെ വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ട്, അവർക്ക് എന്നെ അറിയാതാണ് കേട്ടോ. ആ അടുപ്പം അവർ കാണിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ഇത് ദിലീപിൻ്റെ അമ്മ. ഇതാണ് കേട്ടോ ദിലീപ്. ദിലീപ് ഇപ്പോൾ നമ്മളവിടെ വർക്ക് ചെയ്യണില്ല, അവൻ വേറൊരു ജോലിക്കായിട്ട് ഇപ്പോൾ പോയിരിക്കുകയാണ്. പിന്നെ ദിലീപിൻ്റെ വൈഫാണ് കേട്ടോ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. നമ്മുടെ ജിനിലിൻ്റെ മകളിട്ട ആദിത്യ. ജിനിലിൻ്റെ വൈഫിന് വരാൻ പറ്റിയിട്ടില്ല കല്യാണത്തിന്.
പിന്നെ നമ്മളിതാ ഭക്ഷണം കഴിക്കാനിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ യാത്ര പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ സുധീഷിൻ്റെ അടുത്തേക്കും സബിതയുടെ അടുത്തേക്കും സ്റ്റേജിൽ കയറിയപ്പോഴേ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള ഒരു ടൈമായിരുന്നു. കാരണം നമ്മുടെ സബിതയുടെ വീട് ആലപ്പുഴയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ സബിതയുടെ വീട്ടുകാരെ അവരെ കൊണ്ടുപോകണില്ല. ചെക്കൻ്റെ വീട്ടിലേക്ക് നിർത്തിയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് അച്ഛനമ്മ യാത്ര പറഞ്ഞു പോകുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു സങ്കടം വന്നൊരു സമയമായിരുന്നു. എനിക്കാണെങ്കിലോ നമ്മുടെ എൻ്റെ അന്ന് കല്യാണം കഴിഞ്ഞ ആ ഒരു ഓർമ്മയ്ക്കാണ് പെട്ടെന്ന് വന്നറിയാണ്ട് എൻ്റെയും കണ്ണൊക്കെ നിറഞ്ഞു പോയി. പിന്നെ നമുക്ക് ആരെങ്കിലും ഒന്ന് കണ്ണ് നിറയുമ്പോൾ നമുക്കൊരു സങ്കടം വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കണ്ണ് നിറഞ്ഞൊരു കല്യാണം കൂടി കൂടേണ്ട വന്നു. അങ്ങനെ നമ്മുടെ സുധീഷിനോടും സബിതയോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നോക്കിയപ്പോൾ അവൻ്റെ കൂടെ നിന്ന് വീണ്ടും ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടാ. നമ്മളിത് ആ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് സജീവനും അതുപോലെ രാജി, സച്ചിൻ, മിന്നൊക്കെ ഇതാ വരുന്നുണ്ടായിരുന്നുള്ളൂ. അവർ വന്നപ്പോൾ തന്നെ നേരെ നമ്മുടെ സുധീഷിൻ്റെ അടുത്തേക്കാട്ടോ കയറിയത്. നമ്മളവിടുന്ന് പോരാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ജിനിലിൻ്റെ അമ്മ. വരുന്ന നേരത്ത് നമ്മൾ വീണ്ടും നമ്മുടെ കുഞ്ഞുമക്കളോടൊക്കെ ഒന്ന് യാത്ര പറയാന്ന് വെച്ചിട്ട് ചെന്നപ്പോൾ അമർനാഥ് ഇതാ പിണങ്ങി ആകെ അലമ്പാണ് നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ട്. അവൻ പിണങ്ങി പോയി. ബാക്കി 3 പേരും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വിഷമമൊക്കെ ഉണ്ട് അവർക്ക് എൻ്റെ കൂടെ വരണമെന്നൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അവർ ടാറ്റൊക്കെ തന്ന് റെഡി ആയിട്ട് പിന്നാലേക്ക് ഇങ്ങനെ വന്നു. പക്ഷേ അമർനാഥ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അവൻ നല്ല അലമ്പായിരുന്നു. ഞങ്ങൾ കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവരുടെ പ്രായം അത്രയേ ഉള്ളൂ. അവരുടെ ഇതൊരു രാത്രിയൊക്കെ ഒന്ന് വാശി പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനായാലും ഇപ്പോൾ ഇവർക്ക് അച്ഛനമ്മയ്ക്ക് അങ്ങോട്ട് വരാനായാലും കൊണ്ടുവരാനൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക കൊണ്ടുവരാണ്ടിരുന്നത്. പക്ഷേ അവരുടെ അച്ഛനൊക്കെ നന്നായി അടിക്കണോ ഉപദ്രവിക്കണമൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ വരാൻ പറ്റാത്തതിന് കേട്ടാ. ജിയക്കുട്ടിയും ഇമ്മക്കുട്ടിയും വീണ്ടും ഓടി വന്ന് ഉമ്മയ്ക്ക് നന്നു കേട്ടാ, ടാറ്റയ്ക്ക് നന്നു. ഷായിട്ട് വണ്ടി എടുക്കാൻ പോയപ്പോഴേ ഞാൻ റോഡിൻ്റെ ഒരു അരുവശത്ത് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ജിനിലും മോളും കൂടി വന്നു. പിന്നെ നമ്മുടെ അമർനാഥ് ഇതാ അലമ്പൊക്കെ തീർന്ന് അച്ഛൻ്റെ കൈ പിടിച്ച് നല്ല കുട്ടിയായിട്ട് എനിക്ക് ടാറ്റ തരാനൊക്കെ ആയിട്ട് വന്നു കേട്ടാ. അച്ഛനെ കൂട്ടി വന്നോ അച്ഛനല്ലേ നമ്മളുണ്ടല്ലോ കല്യാണ വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കണതാട്ടാ കാണിക്കൊന്ന. എൻ്റെ അമ്മ എന്തൊരു ഭംഗിയാ, ഒരല പോലും ഇല്ല കേട്ടാ, പൂ മാത്രമുള്ളൂ. ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും മനോഹരമായ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടാ. അയ്യോ ടൈസും കുട്ടാ, ടൈസും കുട്ടാ അയച്ചടാ. ടൈസും ഇങ്ങനെ മുഖത്ത് നോക്കി ഒരു പ്രത്യേകത. ടൈസും കുട്ടിന് പാപ്പ് വേണോ, പാപ്പ് വേണോ? നമ്മൾ വരുമ്പോഴേ റോട്ടിൽ കണ്ടുകൊണ്ട് തിരിച്ചുകൂടെ ഓടിപ്പോ നോക്കാൻ. ആ ടൈസും കൂട്ടല്ലേ വാടാ. ആരാ ടൈസും കൂട്ടാ? ഇനി ഷായൻ്റെ നിന്ന് കിട്ടണം, എല്ലാവരും നിന്നും കിട്ടണവര് മാറി മാറിയിട്ടാ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് നോക്കാള്. നമ്മുടെ പേലിക്കുട്ടിയുടെ സമയം വൈകിട്ടുണ്ടെന്നേ. അപ്പൊ അവൾക്ക് ആദ്യം ഭക്ഷണം കൊടുക്കട്ടെ. പേലിക്കുട്ടിയെ കാത്തിരുന്ന് മടുത്തോ, കാത്തിരുന്ന് മടുത്തോ? മക്കളൊക്കെ പിന്നെ അവളെ ഉറക്കി കിടത്തിണ്ട്. മക്കള് നോക്കിയേ ഉറക്കന്നെ. എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു പേളിക്കുട്ടിയുടെ മക്കളൊക്കെ അടുത്തേക്ക് ഓടി വരുന്നില്ലേന്ന്. ഓടി വരാനായിട്ട് അവരെ ഞാൻ പട്ടിണിക്കേണ്ട വരുന്നു എന്നുണ്ട്. ഓടി വരണമെങ്കിൽ അവരെ അമ്മയുടെ പാല് മുഴുവൻ വലിച്ചു കുടിക്കുന്നത് അവരാ. അപ്പോൾ നമുക്കാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലേ എനിക്കൊരു കമൻറ്റ് വന്നു, പേളിക്കുട്ടി ക്ഷീണിച്ചുല്ലോ എന്ന്. എങ്ങനെ ക്ഷീണിക്കാതിരിക്കുക? കണ്ട ഇവരെ കൊണ്ട് വല്ല ശല്യം ഉണ്ടോ നോക്കിയേ. ഇപ്പോൾ നമ്മളെ കണ്ടപ്പോഴാണ് കേട്ടോ, നമ്മുടെ സൗണ്ടൊക്കെ കേട്ടപ്പോഴാണ് എല്ലാവരും ഒന്ന് കണ്ണൊക്കെ തുറന്ന് നോക്കി തുടങ്ങിയത്.
അമ്മേനെ ലക്ഷ്യം വെച്ചിട്ട് ഒരാൾ പോകുന്നുണ്ട് പതുക്കെ. അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല അമ്മയുടെ അടുത്തേക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഓടി വന്ന് കഴിക്കാനൊന്നും കേട്ടാ. നമ്മുടെ സൗണ്ട് കേൾക്കണോടത്തേക്കുള്ള ഒരു എനക്കും വരവാണ് അവര്. ഇനി ഞാനേ ഒരു കാര്യം കാട്ടിത്തരാട്ടാ. നമ്മളെ പേളിയുടെ മക്കൾക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ചായട്ടിന് മേടിച്ചോളുന്നു, മോനും മേടിച്ചോളുന്നു, 2 എണ്ണം മേടിച്ചോളുന്നുണ്ട്. കാരണം ഇനിയിപ്പോഴേ ഒരു പേര് ഇതേപോലെ പേളിയുടെ പാലിങ്ങനെ വലിച്ചു കുടിക്കാൻ നിന്നുണ്ടെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ പേളിക്ക് ഭയങ്കര ക്ഷീണമായിട്ട് മാറും. അപ്പോൾ ഇവർക്ക് ഇതിൽ കൂടെ ഇത്തിരി പാലൊക്കെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മളിത് മേടിച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് നമ്മുടെ അമ്മമാർ ഇപ്പം നമ്മളൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എടുക്കുന്ന സമയത്ത് എനിക്കറിയാം എൻ്റെ അമ്മ, അതായത് ഞാനെന്ന് പറഞ്ഞാൽ തീരെ വെയിറ്റ് ഉണ്ടായിരുന്നില്ല, 39 കിലോ ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ. എന്താ പറയുക, മൂത്ത മോനെ പ്രഗ്നൻ്റ് ആയിട്ട് നമ്മുടെ ആ ഡെലിവറിയുടെ സമയത്ത് എന്ന് പറയുന്നത് 50 കിലോ അത്രേ ഉള്ളൂ. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് അമ്മയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇങ്ങനെ ഫുഡ് തരും. കാരണം വണ്ണം വെച്ച് കാണണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു 56 കഴിഞ്ഞപ്പോൾ അമ്മ പിന്നെ വീട്ടുകാരോട് എല്ലാവരോടും ചോദിക്കും, ഇവള് വണ്ണം വെച്ചിട്ടുണ്ടാ, അവളുടെ ക്ഷീണം മാറിയിട്ടുണ്ടോ. ഇപ്പം അതേ ഒരു അവസ്ഥ പോലെ എനിക്ക് പേളി ഇത്തിരി ക്ഷീണിക്കാന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട, ഇനി കുട്ടികൾക്കൊക്കെ ഇത്തിരി ഭക്ഷണവും പാലൊക്കെ നമുക്ക് കൊടുത്തു തുടങ്ങാം, അപ്പോൾ അവൾക്കൊരു ക്ഷീണം മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ടുള്ളത്. കൊടുത്തു തുടങ്ങണം അപ്പോൾ അതൊക്കെ.